ദജ്ജാൽ കൃത്യമായി സംസാരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ടാവും. അപ്പോൾ ആരും ഉണ്ടാവും? അള്ളാഹ് റസൂലിനെ സംസാരിക്കുന്നവർ ഇന്ന് ലോകത്തുണ്ടാവും. ഇല്ലെങ്കിൽ അള്ളാഹിന്റെ നീതിയാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിൻ്റെ അവസാനത്തെ ആളാണ് ഇമാം മഹ്ദി. പിന്നെ ഖൈറുമില്ല. മഹ്ദി ഇമാമോ ഈസാ നബിയും കൂടി വഫാത്തായ ലോകത്ത് ഖൈറില്ല. അവർ അവസാനം വർത്താനം പറഞ്ഞ ആളുകളാണ്. അത് ഏത് കാലത്തുണ്ടാവും? നേരിട്ട് വർത്താനം. മദദി മിനൽ ഹാദിൽ ബശീരി മുബാശിറു ഹഖൻ. നേരിട്ട് ഹക്കായിട്ട് എന്നോട് എനിക്ക് വേണ്ടതൊക്കെ ആര് തരികയാണ്? അള്ളാഹുവിന്റെ ഹബീബ്. മദദി മിനൽ ഹാദിൽ ബശീരി മുബാശിറു ഹഖൻ വഗൈരി ഫിൽ ഹഖായിഖ് സയ്യഫാ. ബാക്കിയൊക്കെ കോപ്പിയാ, എനിക്ക് നേരിട്ട്. وكسيت من هلل الخصوصية التي ما نالها بطال دائرة الصفاء. وكسيت എന്നെ ധരിപ്പിക്കപ്പെട്ടു മിൻ ഹുലലിൽ ഖുസൂസിയ, പ്രത്യേകമായ വസ്ത്രങ്ങളിൽ നിന്ന് എന്നെ ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലത്തി, എങ്ങനെയുള്ള വസ്ത്രങ്ങളാണെന്നോ ഇത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള മൊയ്തീൻ വാക്കല്ല, അങ്ങനെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്, കാണാതെ അറിയാതെ പോകണ്ട. ആ ആളെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾ കണ്ടില്ലേ ഹബീബ് അലി ജിഫ്രി കാലിലോട്ട് വന്നിട്ടിരിക്കുന്നത്? ഹബീബ് അലി ജിഫ്രി ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. ഇന്ന് ലോകത്തറിയപ്പെടുന്ന അഹ്ലു സുന്നയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ആര്? ഹബീബ് അലി ജിഫ്രി. ആ മനുഷ്യ കാലിന്റെ ചോട്ടിൽ വന്ന് ഇത്ര വലിയ ലോക പണ്ഡിതനായ ഹബീബ് അലി ജിഫ്രി ഇരിക്കണങ്ങൾ കണ്ടില്ലേ കാലിന്റെ ചോട്ടിൽ? എന്തുകൊണ്ട്? ആ ആൾക്ക് ഈ പണ്ഡിതനെ അറിയാ എന്ത് ബഹ്റാൻ ആയിരിക്കണേ, അപ്പോൾ ഇതായാലിരിക്കുള്ളൂ. ഇത് എഴുതിയിട്ട് കൊല്ലങ്ങൾ അനവധിയായി. മനസ്സിലായി പറഞ്ഞത്? ഇതൊക്കെ എല്ലാവരും നിങ്ങൾക്ക് ഈ ബെയ്ത്തൊക്കെ ചെല്ലുന്ന നല്ല നല്ല കവിതകൾ ചെല്ലുന്ന ആളുകളെ ഇന്ന് ലോകത്ത് കിട്ടും. അത് ലോകത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബർക്കത്തിന് വേണ്ടി ഇത് ചില സദസ്സുകളിൽ ചെല്ലാറുണ്ട്. സൂഫിയാക്കളുടെ വൃത്തത്തിൽപ്പെട്ട നേതാക്കളിൽ ഒരാൾക്കും കിട്ടാത്തതാണ് ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലത്ത് എന്നിലൂടെ കിട്ടൂ. ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി പറയുന്ന വർത്താനം പോലെ പറയാ. നിങ്ങൾ അങ്ങോട്ടൊന്നും പറയണ്ട, അവിടെ തന്നെ ഉണ്ട്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരെ കാണാ. നബി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ബുദ്ധിയും അന്തമുള്ളവരെ ബാധ്യത മുട്ടിട്ടെങ്ങിട്ടെങ്കിലും ല്ല എങ്കിൽ ഇന്നത്തെ മുസ്ലിം ലോകത്തിന്റെ ഒരു ബാധ്യതയാണ്. എന്ത് പെങ്ങൾക്കൊക്കെ ബാധ്യതയാണ്. എന്ത് നഷ്ടപ്പെട്ടാലും ആ മനുഷ്യന്മാരെ ഒന്ന് പോയി കാണുക. ഒരു ദിവസം പറയാലോ, ഞാൻ ഈ മനുഷ്യന്റെ മുഖം കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി യാത്ര ചെയ്തിട്ടുണ്ട്. ഇവർ വാരിസുൻ നബിയ. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു ഞായറാഴ്ചയും കൂടെ ഈ ക്ലാസ് പറയും. പിന്നെ നമ്മൾ ഈ ക്ലാസ് തന്നെ പറയും, പക്ഷെ അത് ഞായറാഴ്ച മാറ്റും. കുറേ ആളുകൾ ഞായറാഴ്ച സൂഫി ക്ലാസ് എടുക്കണമെന്ന് നിർബന്ധിക്കുന്നവരുണ്ട്. ആ സൂഫി ക്ലാസ്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഇതും. പക്ഷെ അത് മുസ്തഫാ റസൂൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഞായറാഴ്ച, പിന്നെ നമുക്കത് ശനിയാഴ്ചയിലേക്കോ മറ്റും മാറ്റണമെന്ന് ചില ആളുകൾക്ക് അപേക്ഷയുണ്ട്. ആയിക്കോട്ടെ, മാറ്റിക്കോളാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ അങ്ങോട്ടും കൂടി ഏറുകൂടി നടക്കരുത്. ലോകം അവസാനിക്കാനായി. ശാസ്ത്രത്തിന്റെ പുതിയ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. സയന്റിസ്റ്റുകൾ എന്താ, സ്വർണം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? പുതിയ ലേറ്റസ്റ്റ് വിവരം, സ്വർണം സ്വമേധയാ ഭൂമിയുടെ അടിയിലുള്ള സ്വർണം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ലോകം അവസാനിക്കുന്നല്ലേ? അവസാനിക്കണല്ലേ? ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ. അപ്പം തന്നെ തുടങ്ങും. പിന്നെ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വരും. അംസാലൽ ഉസ്തുവാന. അപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപ്പം ശാസ്ത്രകാരന്മാർ പറയുന്നത്. ഇതൊരാൾ ഇന്നലെ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, കഴിഞ്ഞു. അതിൻ്റെ അർത്ഥത കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി കാലം കുറയേണ്ടെന്ന് വിചാരിച്ചാൽ നിൽക്കണ്ട. പരസ്പരം മനുഷ്യർ ശത്രുക്കളാകാതെ ലോകാവസാനം ഉണ്ടാവില്ല. അവിടേക്ക് എത്തി. ലോകത്തെ ഏറ്റവും സൗഹൃദമുള്ള നാടുകളായിരുന്നു ഒന്ന് ഇന്ത്യ. എന്താന്നത്തെ മറുപടി?
ഒരു നിയോഗം പോലെ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദയവായി സമസ്തയടക്കം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമസ്ത അടക്കമുള്ള ആളുകളെല്ലാം ദയവായി ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ വർഗീയവാദം പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന യൂട്യൂബർമാരെ മുഴുവനും ഒന്നിരിക്കൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ അവരെ സംഘടനയുടെ ഒരു പരിഗണനയിലും അവരില്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുക. ഇല്ലെങ്കിൽ ഈ നാട് നശിക്കും. ആ രൂപത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നത്, അങ്ങനെ പ്രചരിപ്പിക്കുന്ന ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇല്ലേ, അത് ഈ നോക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ നേതാവിൻ്റെ പേരെന്താ? എൻ്റെ പണിയാണോ ഇത്? ഏതോ ഒരു വർഗീയവാദിയായ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, എനിക്ക് ക്രിസ്ത്യാനികൾ ഉത്തരവാദി. ക്രിസ്ത്യാനികൾ ആരാ? എന്താ അവരാ ചരിത്രം? എന്താ ഹിന്ദുക്കളുടെ ചരിത്രം? എന്തെങ്കിലും മനസ്സിലാക്കാട്ടെ. ഒരു ക്രിസ്ത്യാനി വർഗീയത പ്രചരിപ്പിക്കണമെങ്കിൽ അവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല. മനുഷ്യ നന്മക്ക് വേണ്ടി മരിച്ചിട്ടുള്ള ആളുകളാണ് എല്ലാവരും. മനസ്സിലായില്ല? ആ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 11 ശിഷ്യന്മാരെയും മനുഷ്യ നന്മക്ക് വേണ്ടി അവർ നിലകൊണ്ടു എന്നതിൻ്റെ പേരിൽ ലോകം കൊന്നതാണ്. എൻ്റെ നിയോഗം എന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യർ കൊന്നതാണ്. മനുഷ്യ നന്മക്ക് നിലകൊണ്ടു, അവർ മനുഷ്യന്മക്ക് നിലകൊണ്ടുവരാം. ഇന്ന് ഏതോ ഒരു ക്രിസ്ത്യാനി നിനക്കെതിരെയോ മറ്റവർ, നീ എന്തിനാ അതിനെതിരെ വർത്താനം പറയുന്നത്? ഈ അവർ വർഗീയത പ്രചരിപ്പിക്കുന്നത്. ന്യായമായ കാര്യങ്ങൾക്ക് മറുപടി അറിയേണ്ടതുണ്ട്, ന്യായമായി, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ന്യായമല്ല ഇന്ന് ചെയ്യുന്നത്. ഒരു കാര്യം ന്യായമായി പറയുന്നു. ഒന്ന് മനസ്സിലാണ്ട് പറഞ്ഞത്, അതിനൊന്നും ബാധ്യത നമുക്കില്ല. ഹിന്ദുവിൻ്റെ ചരിത്രം എന്താ? ഹിന്ദുവിൻ്റെ വിശാല മനസ്കത ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സ്വഹാബിയും മണ്ണിൽ കലുത്തു. അവർ പരവതാനി വിരിച്ച് സ്വീകരിച്ചല്ലേ? അവർ സ്വന്തം മക്കളെ ഇസ്ലാമാക്കിയിട്ട് കെട്ടിച്ചു കൊടുത്തിട്ടല്ലേ ഇവിടെയൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടായത്? എന്താണൊക്കെ നിങ്ങൾ മറക്കണത്? ഇന്ന് ഏതോ ഒരു ഹിന്ദു വർഗീയവാദം പറയണ്ടെങ്കിൽ അതിന് ഉരുളക്കുപ്പേരി മറുപടി കൊടുക്കേണ്ട എന്ത് ബാധ്യതയാണ് മുസ്ലിങ്ങൾക്ക്? ന്യായമായ ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി പറയാം. അത് ന്യായമായി. ഇപ്പൊ ചോദ്യങ്ങൾ സദസ്സിന് ചോദിച്ചാൽ എന്നെ കളിയാക്കിയിട്ട് എനിക്ക് പറയാം, അത് നിനക്ക് ഈ സദസ്സിനോട് ദേഷ്യം തോന്നാൻ കാരണം. അതേ സമയത്ത് അല്ലേ പറയും മനുഷ്യന്മാരെ, അതേ സമയത്ത് ഒരു ന്യായമായ ചോദ്യം ചോദിച്ചു, ജിന്നെ കളിയാക്കി എന്ന് ചോദിച്ചു, എന്റെ സമുദായത്തിനെ കളിയാക്കി, ഒക്കെ തിജാനിയത്തിനൊക്കെ കളിയാക്കി ചോദിച്ചാൽ ഒരു ന്യായമായ മറുപടിയാണ് ഉണ്ടായിരിക്കുമല്ലോ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന മൂന്നാമത്തെ മനുഷ്യൻ എന്താ പറയാ? ഇയാൾ സത്യസന്ധനാണ്, ഇയാൾ പറയുമല്ലേ. എന്തിനാണ് ഈ വർഗീയത പ്രചരിപ്പിക്കുന്നത്? സമസ്തയടക്കമുള്ള മതസംഘടനകൾ എല്ലാവരും, എല്ലാ സമസ്തയും ദക്ഷിണയും എല്ലാവരും വളരെ പെട്ടെന്ന് അടിയന്തര തീരുമാനമെടുക്കണം. അതിന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ മുന്നിൽ നിൽക്കണം. ഇല്ലെങ്കിൽ ആ രൂപത്തിലാണ് ബ്ലോഗർമാരും യൂട്യൂബർമാരും നമ്മുടെ നാട്ടിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും വർഗീയത പ്രചരിപ്പിക്കുകയാണ്. അത് ഈ സമുദായത്തെ മറ്റു സമുദായങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാക്കും. അങ്ങനെ വന്നാൽ നമ്മൾ നാട് ഭ്രാന്താലയാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതല്ലാത്തൊരു വിഷയം, ഇത് വളരെ ഗൗരവമായി ഇടപെടണം. ബഹുമാനപ്പെട്ട ലീഗ് അടക്കം സമുദായത്തിന്റെ ഇത്തരം കാര്യങ്ങൾ ലീഗിന് ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്ന നിലയിലാണ് ഞാൻ ലീഗിനോട് ഈ കാര്യം അപേക്ഷിക്കുന്നത്. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, എല്ലാ സമാജങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്, എല്ലാ മുസ്ലിം സമാജങ്ങൾക്കും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ഇല്ലെങ്കിൽ മനുഷ്യന്മാരെ നിങ്ങൾക്ക് ജീവിച്ചാൽ പോരല്ലോ, നിങ്ങളെ മക്കൾക്കും പേരൊക്കെ കൊണ്ട് ജീവിക്കണ്ടേ? തമ്മിൽ ശത്രുവായി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? അത് നമ്മുടെ രീതിയല്ല. നമ്മുടെ രീതി നമ്മൾ ചിന്തിക്കും. ഈ നാട്ടിലെ നവോത്ഥാനത്തിന്റെ ഒരു ശില്പി അടുത്ത കാലത്തെ നൂറ്റാണ്ടുകളിൽ AD 19, 20 നൂറ്റാണ്ടുകളിൽ ഇവിടെ നടന്ന നവോത്ഥാനങ്ങളുടെ മുഴുവനും ശില്പി മമ്പർത്ത തങ്ങൾ ആണോ? അല്ലേ? നമ്മളെ മലബാർ പറയാം, മലബാറിലെ 2 നൂറ്റാണ്ടിന്റെ ഇടയിലുള്ള എല്ലാ നവോത്ഥാനങ്ങളുടെയും ശില്പി എന്ന് പറഞ്ഞാൽ അത് മമ്പർത്ത തങ്ങളാണെന്ന് എല്ലാവരും അംഗീകരിക്കും. ആണല്ലോ, മനസ്സിലായില്ലേ? എല്ലാവരും അംഗീകരിക്കും. ആ മനുഷ്യൻ മരണം വരെ കൂടെ കൊണ്ട് നടന്നത് ഒരു കോണ്ടുനായരെ. ഈ മനുഷ്യ വർഗീയവാദിയാണെങ്കിൽ കോന്നായവർ പിറ്റേ ദിവസം വരും. ചിന്തിക്കണം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. അത് കൂട്ടത്തിൽ കൂടുകയും ചെയ്യരുത്. അവരൊന്നും കൂട്ടത്തിൽ കൂടരുത്. അതൊന്നും ഉലമാക്കളുടെ രീതിയല്ല. ഞാൻ വളരെ താഴ്മയായി അപേക്ഷിക്കാണ്, വളരെ താഴ്മയായി അപേക്ഷിക്കാണ്. മാപ്പാക്കണം. അതുകൊണ്ട് കണ്ടതിനെ മുഴുവൻ വിമർശിക്കാൻ നടക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കാണ്. തിജാനിയത്തിൽ നിങ്ങൾ ചേരലും ചേരാതിരിക്കുന്നത് ഇഷ്ടമാണ്, അതൊന്നും നല്ല ഉദ്ദേശം. പക്ഷേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഈ ആളുകൾ, ഇൽമിന്റെ ബഹറുകളായ ഈ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാരിത്താണെന്ന് 100% സത്യമാണ്.
ഈ വരി ഒരാൾ എഴുതിയിട്ട് അയാൾ വാരിത്തുൻ നബി അല്ലെങ്കിൽ ഇത് ലോകത്തിന് മുന്നിലുള്ള ഒരു വരിയ. ആ ലോകം മുഴുവൻ ഈ മനുഷ്യനെ പറഞ്ഞു ഇയാൾക്ക് എന്തല്ല 1950 എഴുതിയതാ ഈ വരി. എന്നെ ധരിപ്പിക്കപ്പെട്ടു, എന്നെ ധരിപ്പിക്കപ്പെട്ടു പ്രത്യേകമായ വസ്ത്രങ്ങളിൽ നിന്ന്. അല്ലത്തി എങ്ങനെയുള്ള പ്രത്യേക വസ്ത്രങ്ങൾ? സൂഫിയാക്കളുടെ ലോകത്തെ വൃത്തത്തിന്റെ ഉള്ളിലുള്ള വലിയ വലിയവർക്ക് പോലും ആ വസ്ത്രം കിട്ടിയിട്ടില്ല. ഇതൊരു മനുഷ്യനെ എഴുതിച്ചിരിക്കുക. ഈ മനുഷ്യനെ അർഹല്ലെങ്കിൽ ഹബീബ് അലി ഇഫ്രിത്തെ പോലത്തെ ആളുകൾ ഇത് പിരാന്തല്ലേ, പിന്നെ ആ മനുഷ്യനെ അടിപ്പോയി കുത്തിട്ട് പോകും. പറഞ്ഞ മനസ്സിലായില്ലോ? ചില ആളുകൾ പറയും ഞങ്ങൾ പഠിക്കാണ്, നിങ്ങൾ പഠിച്ചോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് തന്നെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തും. പിന്നെ തൗഫീഖ് ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പഠിക്കാന്ന് പറയുകയൊക്കെ ചെയ്യുക. എന്തെന്നറിയോ, ഇപ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയും. എനിക്ക് അത് നാട്ടിൽ നിങ്ങൾക്കൊക്കെ എന്താ ഞങ്ങൾ ഉസ്താദ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. എനിക്ക് അവിടെ നടക്കണ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞാലല്ലേ എനിക്കത് പഠിക്കാൻ പറ്റുള്ളൂ. എനിക്കത് അറിയില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ അങ്ങനെ പറയാം. അതിനുണ്ട് പനിയുള്ളത്. ചിന്തിച്ചോളി, ഞാൻ കൂട്ടിക്കൊന്ന് പറയുന്നില്ല. എനിക്ക് മുസ്തഫ നബിനെ നേരെ സായം കിട്ടുകയാണ്. മുസ്തഫ നബിയെ സഹായം കിട്ടുന്ന ഒരാളെ തൊടണമോ അവരെ തൊടാം. ഇതെന്നോ എഴുതിയ ഇതൊക്കെ ലോകത്ത് ഈ പാടി നടക്കുന്ന 10,000ങ്ങളുണ്ട് ഈ വരി പാടി നടക്കുന്ന. എന്നിട്ട് ആ ആലിമിന്റെ കാൽക്കൽ വീഴ ലോക പണ്ഡിതന്മാർ. അപ്പോൾ ഈ ആൾ ആരായിരിക്കും? ആള് വാരിസുൻ നബി അല്ലെങ്കിൽ പിന്നാരാ വാരിസുൻ നബി? നബി നമ്മളെ മുന്നിലില്ല, വാരിസുൻ നബി ഉണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ ഒരു മഹത്വമാണ്. റബീഉൽ അബ്റാർ കിതാബിന് സമ്മതം തരണമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്തേക്ക് 2018 ചെന്നപ്പോൾ ആ കിതാബ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അവരതിൻ്റെ ആമുഖത്തിൻ്റെ പേപ്പറിൻ്റെ മുമ്പുള്ള വൈറ്റ് പേപ്പറിൽ അവർ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ അത് അവിടെ നിന്ന് എടുത്ത് ലാമിനേറ്റ് ചെയ്തിട്ട് എൻ്റെ കഫനിൽ വെക്കണം. നീ കളിയാക്കണവർക്കൊക്കെ കളിയാക്കാം. എന്ത് മലക്കൾക്ക് വഹിക്കാനാണോ? ആ കളിയാക്ക, ഇന്ന് മുതൽ കളിയാക്ക. എനിക്കത് ബർക്കത്താ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയും നഖവും ഒക്കെ സ്വഹാബികൾ കഫൻ്റെ ഉള്ളിൽ വെച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് കിട്ടാവുന്ന പരമാവധി അതാ, എനിക്ക് കിട്ടാവുന്ന പരമാവധി ഇതാ. അല്ലാഹു സുബ്ഹാനഹു നന്നാക്കി തരട്ടെ. എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറഞ്ഞതിന് ഭാഗ്യമില്ല, ഭാഗ്യം. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അഹങ്കരിക്കാനൊന്നുമല്ല, അഹങ്കരിച്ച ഒറ്റടിക്ക് പോകും. അല്ലാഹു തആല കാത്തിരക്ഷിക്കും. ഞങ്ങളോട് പറഞ്ഞില്ലേ, ഈ ലോകത്ത് ആരുടെയും ഒരാൾ അംഗീകരിക്കപ്പെടേണ്ട ഒരാളാണ് എങ്കിൽ ഞാൻ അവരുടെ കാലിൻ്റെ ചെരുപ്പ് എടുത്ത് നടക്കും. അതേസമയത്ത് നിങ്ങൾക്കറിയാലോ, ഞാൻ സിഎമ്മിൻ്റെ ആളല്ല. അതേസമയത്ത് ഇവിടെ സിഎമ്മിനെ പറ്റി എന്ത് വിമർശനം നടന്നിട്ടുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ 20-25 കൊല്ലത്തിനുള്ളിൽ സിഎമ്മിനെതിരെയുള്ള വിമർശനങ്ങൾ മുഴുവനും നേരിടാൻ ആരെ മുന്നിലും റഹ്മത്തുള്ള ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. ഞാൻ സിഎമ്മിൻ്റെ ആളല്ല, എന്നാ സിഎമ്മിൻ്റെ ആൾ തന്നെയാണ്. എന്തുകൊണ്ട്? അവരൊക്കെ അല്ലാഹുവിൻ്റെ മഹാന്മാരായ വലിയ വലിയ മഹാന്മാരാണ്. അവരെ കാലിൻ്റെ ചോട്ടിന് പോലും നമ്മളില്ല, നമുക്ക് വേറെ വഴിയാണ്. എന്നാലും അവരെ കുറ്റം പറയാൻ നമ്മൾ വയ്ക്കൂല. ഞാൻ ഖാദിരി തുനിയൊക്കെ തരുന്നില്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ കുറിച്ച് കഴിഞ്ഞ 25 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും പ്രസംഗിച്ച ഒരാൾ ഒരുപക്ഷെ ഞാനായിരിക്കും. ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു വരി ഇന്നും ചൊല്ലി ഇല്ലേ? അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഉണ്ടാവും. അപൂർവമായിരിക്കും. എന്നാൽ ഞാൻ ഖാദിരി തുനി അല്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഖാദിരി പോയി എത്തിയിട്ടില്ല. ഞാൻ തിജാനിയാണ്. തിജാനിക്ക് ഖാദിരിയാൻ പറ്റൂല. പക്ഷേ എനിക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിക്കെതിരെ ഒരു വാക്കൊരാൾ മിണ്ടിയാൽ എൻ്റെ സ്വഭാവം എന്ത്? അവരൊക്കെ അള്ളാഹിൻ്റെ മഹത്തുക്കളായ ആളുകളാണ്. ഓരൊക്കെ മനസ്സിലായില്ല. ഭാരി വിത്തരിയൊക്കെ തരാനാണ് ആര്? മമ്പർത്തങ്ങൾ പാപ്പ. നിങ്ങൾക്ക് പറയാം, മമ്പർത്തങ്ങൾ പാപ്പാനെതിരെ ഒരാളൊരു വാക്ക് മിണ്ടി, അപ്പോൾ ഇവരറിയും.
അതാരാണ്? ഒക്കെ നമ്മളെ ആളുകൾ തന്നെ. അവരൊക്കെ സമസ്ത ഉണ്ടാക്കിയത് പാങ്ങക്കാരനാ. പാങ്ങക്കാരൻ്റെ എവിടെയാ? സമസ്ത ഉണ്ടാക്കിയത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ആ മനുഷ്യനെ പോലത്തെ ത്യാഗി സമസ്തയുടെ ചരിത്രത്തിലില്ല. ഒരു മുല്ലക്കോയത്തങ്ങളും ഇല്ല. മുല്ലക്കോയത്തങ്ങൾക്ക് ഇതിലേക്ക് പാങ്ങക്കാരൻ കൂട്ടിയതാണ്. അവസരോചിതം ബോധത്തോടുകൂടെ എണീറ്റുന്നത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. ആ മനുഷ്യൻ്റെ എവിടെയാണ്? നിങ്ങളൊരാൾ പാങ്ങക്കാരനെതിരെ പറയും, അവൻ്റെ സ്വഭാവം എന്തേ? അതിന് ഞാൻ സമസ്തൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് ചായം പയമ്പൊരും തിന്നേണ്ട ആവശ്യം എനിക്കില്ല. അക്കൂട്ടത്തിൽ ഞങ്ങളോട് കാണൂല. അതിനെ നിങ്ങൾ ഞങ്ങൾക്കാക്കണ്ട. പാങ്ങക്കാരനെതിരെ ഒരു വാക്കൊരാൾ വേണ്ടി അപ്പം എൻ്റെ സ്വഭാവങ്ങൾക്ക് അറിയാം. ഞാൻ പാങ്ങക്കാരനെ ഉദ്ധരിക്കാത്ത സമയം ഉണ്ടാവാറില്ല. എന്തേ? ഈ സമുദായം ഈ രൂപത്തിലൊരു വഴി കിട്ടി പോകാനുള്ള കാരണം പാങ്ങിൽ അഹമ്മദ് കുട്ടിയാണ്. ആ ആളെ നേരെ ഒരു മുല്ലക്കോയത്തങ്ങളും ഇല്ല. പിന്നെ പഠിക്കാത്തവർക്ക് വലുത് പറയാം, പാങ്ങിൽ നിങ്ങളെ പാട്ടിലില്ല, നിങ്ങളെ പാട്ടിൽ മുല്ലക്കോയത്തങ്ങളേ ഉള്ളൂ. കാരണം മുല്ലക്കോയത്തങ്ങൾ തങ്ങളെന്നൊരു പേരും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെലമ്പ് കൊട്ടി പാട്ടോടാൻ സുഖമാണ്. അതൊക്കെ ഈ ആൾ കൂട്ടിയടാ. സമസ്തയുടെ RC ഓണർ പാങ്ങില ത്യാഗിയ, കഷ്ടപ്പെട്ടതാ. എന്നിട്ട് നമ്മളൊക്കെ വെള്ളമൊക്കെ പാട്ടത്തിൽ നടക്കണത്. അതൊന്നും നമ്മൾ സമസ്തയ്ക്ക് പോകുന്നില്ല. നമ്മളതിൻ്റെ ഓഫീസ് കയറി ചാടിക്കണമെന്നില്ല. അവരൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചതാ. അക്കൂട്ടത്തിൽ പറ്റൊരു ആൺകുട്ടിയാണ് ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. മനസ്സിലായോ പറഞ്ഞത്? മുസ്ലിം ലോകത്തിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം അഡ്രസ്സ് ഉണ്ടാക്കിയത് മഹാനായ ഖായിദിനെ ഒരാളെ എനിക്കൊടുപ്പിക്കരുത്. അങ്ങനത്തെ ഒരാൾ നിങ്ങളെ കൂട്ടത്തിലില്ല. ചില ആളുകൾ ഖായിദ മില്ലത്തിനെ എനിക്കൊടുപ്പിക്കും. എനിക്ക് ജിപ്പാണി നോക്ക്. ഖായിദ മില്ലത്തിനെ എനിക്കൊടുപ്പിക്കരുത് ആരും. ഞാൻ ഖായിദ മില്ലത്തിൻ്റെ ചെരുപ്പെടുക്കാൻ യോഗ്യനല്ല. ഒരൊക്കെ അള്ളാഹ് കൊണ്ട് ജീവിച്ചവരാ. അവർക്കെതിരെ ഒരാൾ പറഞ്ഞോട്ടെ, അപ്പൻ്റെ സ്വഭാവമാകും. അത് നമ്മൾ കാണുന്നില്ല. അവരൊക്കെ അള്ളാഹ് കൊണ്ട് ജീവിച്ചവരാ. അതാരാണെങ്കിലും ഒരാളും നിങ്ങൾ ആക്ഷേപിക്കാൻ നടക്കണ്ട. ഒരു കൊണ്ടോട്ടി തങ്ങളെ ആക്ഷേപിക്കണ്ട. ഞാൻ അതിനെക്കുറിച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി മക്ബറയിൽ കിടക്കുന്ന മക്കാമിൽ കിടക്കുന്ന മഹാനായ സയ്യിദിനെ ആക്ഷേപിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും ഉണ്ടാവും. അതേസമയത്ത് ആ മഹാനാണെന്ന് പറഞ്ഞ ഒരുപാട് ആലിമ്യങ്ങൾ മലബാറിലുണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ പല വിഷയം ഉണ്ടാവുമല്ലോ. അത് നിന്ദിക്കാൻ പാടുണ്ടോ? അതിനായിട്ട് ഇറങ്ങിയാക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങളെ നിസ്സാരവൽക്കരിക്കുക, അക്കൂട്ടത്തിൽ നിങ്ങൾ ഇന്നകാക്കണ്ട. അത് പണ്ഡിതന്മാർക്കിടയിൽ കടലിലെ തിരമാല ഒരു തിര മറ്റേ തിരയെ തല്ലും. അത് സ്വാഭാവിക. മനസ്സിലായില്ല? അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തമ്മിൽ തർക്കമുണ്ട്. അതിനകത്ത് നമുക്ക് മുആവിയ മോശമാണോ? മുആവിയ മോശം ഒരാൾ പറയും, വിവരറി. എന്നാ ഞാനോ, എനിക്ക് അലിയാരെന്ന് പറയാം, എൻ്റെ വാപ്പാനെ പോലെയാണ്. ഞാൻ എന്തൊരു ബുദ്ധിമുട്ടുണ്ടായും അലി റളിയല്ലാഹു ഫാത്തി ഓതും. റസൂലുള്ളാഹി അലി തങ്ങൾക്ക് ഒരു ഫാത്തി ഓതാതെ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാൽ ലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ വലാ ഹളറത്ത് സയ്യിദി അലിയിൽ മുർത്തള എന്ന് പറഞ്ഞ ഫാത്തി ഓതും. ബാക്കിയുള്ളവരൊക്കെ ആണോ? ആണ്. പക്ഷെ ഹരിയാരെ കുട്ടികൾ ഇപ്പോഴും ബാക്കിയുണ്ട്. ഹരിയാരെ കുട്ടികളെ ദീൻ നടത്തുക. ബാക്കിയുള്ളവരൊക്കെ മഹാന്മാരെ സ്ഥിതിക്കൊക്കെ മഹാനല്ലേ, അതിനേക്കാളൊക്കെ എത്രയോ വലിയ മഹാനാണ്. പക്ഷെ ദീൻ നടത്താൻ അള്ളാഹു ഏൽപ്പിച്ചത് ആരെയാണ്? പറയും, അലിയാരെ കുട്ടികളാണ്. അവസാനം വരുന്ന നേതാവ് ആരെന്നെയാണ്? അലിയാരെ കുട്ടിയാണ്, മുസ്തഫ നബിന്റെ കുട്ടികളാണ്. അതാണ് ബന്ധം. അതിന്റെ അർത്ഥം സിദ്ദീഖുൽ അക്ബറിനേക്കാൾ അലിനെ പൊന്തിച്ചോ നിങ്ങൾ യോഗം കൂടിക്കോ. നിങ്ങളെ യോഗത്തിൽ ഞാനില്ലല്ലോ. എന്ത് പ്രശ്നമുള്ളത്? കസേര തരണമെങ്കിൽ ഞാൻ കസേരക്ക് ഞാൻ റഹ്മത്തുള്ളാഹിക്ക് കസേര കൊടുക്കണ്ടായി. ഏത് ബാപ്പടാ എന്റെ കസേര തേടി വന്ന്? എനിക്കെന്തിനാണ് എന്റെ കസേര? മനസ്സിലാണ്ട് പറഞ്ഞത്. ഇവിടെ മുസ്തഫ നബിന്റെ കുട്ടികളെ പോറ്റിയത് ആരാ? മുസ്തഫ നബിന്റെ മക്കൾ ആരെ മക്കളാ? അലിയാരെ മക്കളാണ്. ഇനി അവസാന കാലത്ത് ഇവിടെ വരുന്ന ഉമറിന്റെ പേരക്കുട്ടിയല്ല, ഉസ്മാൻ ബാപ്പാന്റെ പേരക്കുട്ടിയല്ല, സിദ്ദീഖുൽ അക്ബർ പേരക്കുട്ടിയല്ല. ആരെ പേരക്കുട്ടിയാ? അലിയാരെ പേരക്കുട്ടിയാണോ? എന്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി ആരാ? അലിയാരെ പേരക്കുട്ടിയാണ്. അതാ എനിക്കുള്ള ബന്ധം. എന്റെ ഷെയ്ഖ് അഹമ്മദ് തിജാൻ തങ്ങൾ അലിയാരെ പേരക്കുട്ടിയാണ്. അവർക്ക് അധികാരമുള്ളൂ. അവരെ നമ്മൾ പ്രത്യേകക്കാരനായി കാണും. ഞാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ മഹാനായ 2023 അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂഫയിലുള്ള മക്ബറയിൽ പോയിട്ട് കരഞ്ഞിട്ട് വീണ്. എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം പറയാനാ പോയത്. എനിക്കൊരു വിഷയമുണ്ട്. ഞാൻ ആ വിഷയം പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? എന്നെ ഷിയ നിങ്ങളെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ഷിയ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യം നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോടും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ അടുക്കലും ഷഫാഅത്ത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഇവിടെ വന്ന് ഇവിടെ ഇറങ്ങിയില്ല. പ്രശ്നം തീർന്നു. അലിയാർ മക്ബറയിൽ ഞാനൊരു കേസ് കൊടുത്തിട്ട് ഒന്നും പോവാക്കിയില്ല. ഒക്കെ തീരുമാനവും. അവർക്ക് നമ്മളറിയാം.
നമ്മൾ വലിയതായിട്ടല്ല, അവരത്രയും വലിയവരാണ്. അവരേത് ഫാസിക്കും റഹ്മത്ത് ചെയ്യുന്നവരാണ്. അവരെ കൽബ് അത്രയും, അവർ മുസ്തഫ നബിന്റെ മക്കളാണ്. അള്ളാന്റെ ഹബീബ് മുളച്ചത് അലിയാരില്ലേ, ഒരാൾ അലി ബിൻ അബി ത്വാലിബിനെ നിസ്സാരപ്പെടുത്തിയപ്പോൾ ഇങ്ങോട്ട് പിടിച്ച് ചെറുതാക്കി. അതാ മൗല കുല്ലി മുഅ്മിൻ, എല്ലാ മുഅ്മിനീങ്ങളുടെ നേതാവ് ഇരിക്കണ അലിയ. ഇപ്പോൾ മൗലായ എന്റെ നേതാവാണ് അലി. ومن لم يكن علي ومن لم يكن له علي مولى فليس بمؤمن. ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ അവൻ മുഅ്മിനല്ല. ഇത് മുസ്തഫ നബി പറഞ്ഞു. എന്താ പറയാനുള്ളത്? ومن لم يكن له علي مولى فليس بمؤمن. ഒരാൾക്ക് അലി നേതാവല്ലെങ്കിൽ അയാൾ ഓമിന് നേതാവല്ല, ഓനെ മുഅ്മിനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. ആ ഇഷ്ട ഇതൊക്കെ അവരെ പേരക്കുട്ടികളാ. എന്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ അലിയാരെ പേരക്കുട്ടിയാ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മറ്റൊരു അലിയ ഹബീബ റസൂലുള്ളാഹിന്റെ വാരിസാ. ഞങ്ങൾ കുറ്റം പറഞ്ഞു എനിക്കൊന്നും വിഷയമില്ല, ഞങ്ങൾ കുറ്റം പറയാൻ മാത്രം കുറ്റമുള്ളവനാണ്. അതേ സമയത്ത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളെയോ തിജാനി മാർഗത്തെയോ ആക്ഷേപിക്കണ്ട. അത് നിങ്ങളെ ഉള്ളു പൊളിയാൻ കാരണമാകും, അത് നിങ്ങളെ ആഖിബത്ത് നാശമാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അടുത്ത ക്ലാസ് വീണ്ടും അടുത്ത ഞായറാഴ്ച നമ്മൾ പറയും അവരുടെ ഇൽമിന് വേണ്ടിയുള്ള ജുഹദ്. അങ്ങനെ ലോകം മുഴുവനും നടന്ന ഇൽമ തേടിയ ഒരാൾ ഇന്ന് ലോകത്ത് വരണ്ടാകാൻ സാധ്യതയില്ല. 938 ജനിച്ചൊരു മനുഷ്യൻ ആയുസിന്റെ ഒരു വലിയ ഭാഗം ഇൽമ തേടി നടക്കുക. ലോകത്തെ എല്ലാ മശായിഖന്മാരിൽ നിന്നും ഇൽമ പഠിക്കുക. എന്നിട്ട് ഇൽമിലാണ് ഫായിക്കാവുക. അറിയാത്ത ബഹർ പോലെ അങ്ങനെ ഒഴുകയ്യ. നിങ്ങളാസ് കണ്ട സദസ് പിന്നെ ഹബീബ് അലി ജിഫ്രി തങ്ങൾ ഇൽമ പഠിക്കുക. ആരിൽ നിന്ന്? ഒരു കിതാബ് ഓടുക, ഒരു കിതാബ് ഓതി കൊടുക്കുക. അവർ കസേര ഇരുന്ന് കിതാബ് ഓതി കൊടുക്കുക. താഴെ ഇരുന്ന് ആ ഇൽമ കേട്ട് പഠിക്കുന്ന ആര്? ഹബീബ് അലി ജിഫ്രി. അവർ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും ഒരാളാണ് ഹബീബ് അലി ജിഫ്രി. അവ പഠിക്കുക. വെറുതെ നാവ്, എല്ലാത്തിനും നാവ് കടത്തണ്ട. നമ്മൾ ആഖിബത്ത് നാശവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നല്ലവരെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ചേർത്ത് തരട്ടെ. അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും നിജാനിയത്ത് എന്ന മാർഗം ഏറ്റവും വലിയ മാർഗമാണ്. പക്ഷെ ഇജ്ജ് ചേർന്നാൽ പോരാ, ഇജ്ജ് പണിയെടുക്കണം. ഇജ്ജെന്താ പണിയെടുക്കണം? എൻ്റെ നഫ്സിനെ നീ കഴുകണം, ശുദ്ധിയാക്കണം. അമൽ ചെയ്താൽ മാത്രം പോരാ, നഫ്സ് കഴുകണം. ആ നഫ്സ് കഴിഞ്ഞിട്ട് ഈ സ്വാലിഹീങ്ങളെ പോലെ ആകണം. അള്ളാഹു നമ്മളെ ആക്കി തരട്ടെ. റബ്ബന, അല്ലെങ്കിൽ അവരൊക്കെ പറയിപ്പിക്കലായിരിക്കും. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ഈ കവിത കഴിഞ്ഞിട്ടില്ല, അടുത്ത ദിവസങ്ങളൊക്കെ ഇനിയും പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ പുതിയ സ്ഥലത്താണ് ജോലി. ഒരാള് പുതിയ സ്ഥലത്താണ്, തിങ്കളാഴ്ച മുതൽ ജോലി. അള്ളാഹു തആല ഖൈറായ ജോലി കൊടുക്കട്ടെ. ശക്തമായ പനിയും തലവേദന അള്ളാഹു ശിഫ നൽകട്ടെ. ബുദ്ധിമുട്ട് അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ കാണില്ല, പലരും ഈ ക്ലാസ്സിലേക്കുണ്ട്. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരെയും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. എല്ലാ കൽബിനെയും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. മഹാന്മാർ എന്താണോ നമ്മളെ പറ്റി പറഞ്ഞത് ആ അവസ്ഥയിൽ എത്തിച്ച് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. അള്ളാഹുവിന്റെ മഹാന്മാരുടെ മാർഗത്തെ പിൻപറ്റുക, വരിസുൽ അംബിയ ആയ ആളുകളെ സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാതെ ഇന്നത്തെ ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ കാട്ടിക്കൂട്ടിയാൽ ദുനിയാവ് ആഖിറത്ത് നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ലോകം അവസാനിക്കാനായ അടയാളങ്ങൾ വരെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ കഴിയൂല. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാൻ പായണം, അല്ലാതെ ഇനി രക്ഷപ്പെടൂല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 2018 ഞാൻ മഹാനെ കാണാൻ വേണ്ടി പോയി ചെന്ന് ദിവസം 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മടങ്ങിപ്പോ, പെട്ടെന്ന് പോ, വേഗം പോന്നു. 2018 ചില ദിവസം കഴിഞ്ഞു. അങ്ങനെ പോയി, വേഗം പോ, പെട്ടെന്ന് പോ. വീട്ടിൽ അല്ലാത്ത വേറെ സ്ഥലത്ത് പോകരുത് ഇട്ടാറ്. വീട്ടിലല്ലാതെ വേറെ സ്ഥലത്തും ഈ യാത്രയിൽ നീ പോകരുത്. UAE അവിടെ ഇവിടെ ഒന്നും പോകണം. നേരെ വീട്ടിൽ പോ. ഈ വീട്ടിലെത്തൽ വളരെ അത്യാവശ്യമാണ്. ചെന്നു, വീട്ടിൽ വന്നു. 2018 മാനെ കണ്ടുവന്നു. ജൂലൈ മാസത്തിൽ വന്നപ്പോൾ പിന്നെ ഞാൻ കുളിച്ച് സുബഹിൻ്റെ ശേഷം ആണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ 1 മണിക്കൂർ കിടന്നപ്പോൾ പെട്ടെന്ന് ഉമ്മ വന്ന് വിളിച്ചു. വേഗം എന്താ ഉപ്പാക്ക് എന്തോ സുഖമില്ല, കൂടിയ മാതിരി ഉണ്ട്, ഞാൻ വേഗം എണീറ്റ് അങ്ങനെ കാറിൽ കൊണ്ടുപോയതാ. പിന്നെ മയ്യത്തുണ്ടത്. അപ്പൊ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് അതിലും വലിയ കറാമത്തുണ്ടാ? ഈ യാത്ര നീ എവിടെയും പോകരുത്, നേരെ വിട്ടു പോകണം. നിനക്ക് ചില അജായിബുകൾ കാണാനുണ്ട്. കാരണം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാപ്പാൻ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ബാപ്പാൻ ആശുപത്രി മരിച്ചുകൊണ്ടത്.
ലോകം മുഴുവനും മാനവர்கள் വിളിച്ചു പറഞ്ഞു റഹ്മത്തുള്ളാഹിന്റെ വാപ്പ മരിച്ചിട്ടുണ്ട്, എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിച്ചു, ലക്ഷക്കണക്കിന്. അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ, ലോക രാജ്യങ്ങളിൽ മുഴുവൻ എൻ്റെ വാപ്പനെ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്താ വേണ്ടത്? നേരുമല്ലി ബാക്കി എന്താ? അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. എല്ലാ സാലിഹ്യങ്ങളും മയ്യത്ത് നിസ്കരിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു നിസ്കരിച്ചു, എല്ലാവരെ കൊണ്ട് നിസ്കരിപ്പിച്ചു. ഇതിനെ പറ്റി ബാക്കി എന്താ? അള്ളാഹു നമ്മളെ കണ്ണാക്കി തരട്ടെ. ഇതിനെ പറ്റി കറാമത്തുണ്ട്, അത്ഭുതമാണ്. അത്ഭുതം. എവിടെയും പോകരുത്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ, പല നാടുകളിലും ഒരു വിദേശയാത്രയിൽ എവിടേക്കും പോകരുത്. നേരെ എനിക്കത് മനസ്സിലായതേ ഇല്ല, എന്തിനാ പറഞ്ഞത്? പെട്ടെന്ന് പോകണം, വീട്ടിലെത്തണം, എടുക്കുച്ചു പോകരുതിട്ടാ. ഒന്ന് നോക്കുമ്പോൾ സംഭവമില്ല, വാപ്പ മരിക്കാൻ കിടക്കുക. ഞാൻ വന്ന് 1 മണിക്കൂർ കഴിഞ്ഞില്ല വാപ്പാൻ ആശുപത്രിയിലാക്കി, പിന്നെ മയ്യത്തുണന്നു. അതാകുമ്പോൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.